കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട 275 ഗ്രാമോളം MDMAയും 12 ഗ്രാം ഹാഷിഷ് ഓയിലും എക്സൈസ് പിടികൂടി. കേസിൽ യുവാവിനെയും യുവതിയെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എവിടെ നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ടയാണ് നടന്നിട്ടുള്ളത്. 275 ഗ്രാമോളം MDMAയും 12.446 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് എക്സൈസ് പിടികൂടിയത്. കരിപ്പാൽ സ്വദേശി പി മുഹമ്മദ് മഷൂദ്, അഴീക്കോട് നോർത്തിലെ ഇ സ്നേഹ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ സി ഷാബുവിന്റെ നേതൃത്വത്തിലാണ് ഈ മയക്കുമരുന്ന് വേട്ട നടത്തിയിട്ടുള്ളത്. എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് അംഗങ്ങളായ പി ജലീഷ്, PV ഗണേഷ് ബാബു എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മയക്കുമരുന്ന് വേട്ട. കുറുവ ബീച്ചിന് സമീപത്തെ സ്വകാര്യ റിസോർട്ടിൽ നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്നിന്റെ ആദ്യത്തെ ഒരു ശേഖരം കിട്ടിയത്. 4.8 ഗ്രാം MDMA ആണ് ഇവരുടെ ഈ താമസ സ്ഥലത്തു നിന്നും പിടികൂടിയത്. തുടർന്ന് പ്രതികളുടെ സ്കൂട്ടറിൽ നടത്തിയ പരിശോധനയിൽ 13 ഗ്രാമോളം ഹാഷിഷ് ഓയിലും പിടികൂടി. ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ മയക്കുമരുന്ന് ഇവരുടെ കൈവശമുണ്ട് എന്ന് എക്സൈസ് മനസ്സിലാക്കി. അങ്ങനെയാണ് തുടർ പരിശോധനകൾ നടന്നത്. അഴീക്കോട് നോർത്തിലെ സ്നേഹയുടെ വീട്ടിലും റെയ്ഡ് നടത്തി. ഇതിലാണ് ഈ വൻതോതിലുള്ള MDMA ശേഖരം കണ്ടെത്തിയിട്ടുള്ളത്. 270 ഗ്രാമിലധികം MDMA ആണ് ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെന്ന് എക്സൈസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് റാക്കറ്റിലെ ഒരു പ്രധാന കണ്ണികളാണ് ഇരുവരും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. നിരവധി കേസുകൾ ഇരുവർക്കുമെതിരെ ഉണ്ട്. കഴിഞ്ഞ വർഷം കണ്ണൂർ താളിക്കാവ് ഭാഗത്ത് വെച്ച് 207 ഗ്രാം MDMAയുമായി മഷൂദിനെ എക്സൈസ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു മാസം മുമ്പാണ് ഈ കേസിൽ മഷൂദ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷവും പ്രതി ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെ നടത്തി വരികയായിരുന്നു. ഈ മഷൂദിനെ എക്സൈസ് നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. ഈ അതീവ ജാഗ്രതയോടുകൂടിയുള്ള എക്സൈസിന്റെ ഈ നീക്കമാണ് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ടയിലേക്ക് എത്തിയിട്ടുള്ളത്. കേരള ATSന്റെ സഹായം ഈ മയക്കുമരുന്ന് വേട്ടയിൽ നിർണായകമാവുകയും ചെയ്തു. എന്തായാലും സമീപകാലത്ത് പിടികൂടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട തന്നെയാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. എക്സൈസിന്റെ നിരന്തരമായ പരിശ്രമമാണ് ഇപ്പോൾ വിജയം കണ്ടത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തുനോളി, അനിൽകുമാർ PK, അബ്ദുൽ നാസർ RP അബ്ദുൽ നാസർ, പ്രിവന്റീവ് ഓഫീസർ T ഖാലിദ്, PP സുഹൈൽ, P ജലീഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ C അജിത്ത്, ഷാംജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജ്മൽ, സായൂജ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ P സീമ, ഷബ്ന, എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് അംഗം PV ഗണേഷ് ബാബു എന്നിവരാണ് ഈ മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായത്. പ്രതികളെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കിയ തുടർ നടപടികൾ വടകര NDPS കോടതിയിലാണ് നടക്കുക. എന്തായാലും എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നേട്ടം. നമുക്കറിയാം, ഇപ്പോൾ ഈ മയക്കുമരുന്നിനെതിരെ അതിശക്തമായ റെയ്ഡുകളും മറ്റും ഇപ്പോൾ സംസ്ഥാനത്തെമ്പാടും നടത്തി വരുന്നുണ്ട്. എക്സൈസ് അതീവ ജാഗ്രതയിലാണ്. ഈ മയക്കുമരുന്ന് റാക്കറ്റിനെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം തന്നെയാണ് എക്സൈസ് നടത്തുന്നത്. അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നത്. ഈ മയക്കുമരുന്ന് എവിടെ നിന്നാണ് എത്തിയത്, ഇതിന്റെ മറ്റ് കണ്ണികൾ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്വേഷിക്കുമെന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരമുള്ള ഒരു നിരീക്ഷണം, അതാണ് ഇപ്പോൾ വിജയം കണ്ടത്. എക്സൈസ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതികളെ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ട് ഈ കണ്ണികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം തുടരുമെന്നാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത്. കൃഷ്ണേന്ദു.